നിയമസഭാ സീറ്റ് നൽകിയില്ല എന്ന് മാത്രമല്ല പി ജയരാജനെ അപമാനിക്കാനും പിണറായി ഗോവിന്ദൻ അച്ചുതണ്ട് ശ്രമിച്ചു. എം വി ഗോവിന്ദന്റെ പിൻവാതിൽ എൻട്രിയായ ഭാര്യ തളിപ്പറമ്പ് സ്ഥാനാർത്ഥി പി കെ ശ്യാമളയെ ജയിപ്പിക്കേണ്ട ചുമതലയാണ് പി ജയരാജന് നൽകിയത്. ഇത്രയും അപമാനം ഇതിനു മുൻപ് പി ജയരാജൻ അനുഭവിച്ചു കാണില്ല. അതിന് പകരം വീട്ടാൻ കാത്തിരിക്കുകയാണ് പി ജയരാജൻ. എം വി ഗോവിന്ദന്റെ സീറ്റിൽ ഭാര്യയ്ക്ക് സംവരണ സീറ്റ് നൽകിയപ്പോൾ തന്നെ CPM-ന്റെ ജാതകം കുറിച്ചു കഴിഞ്ഞിരുന്നു. പി കെ ശ്യാമള CPM-നെ ഭരണത്തിൽ നിന്നും ആട്ടിയിറക്കിയെന്നും CPM അണികൾ ഉറപ്പിച്ചിരുന്നു. പിണറായി വിജയന്റെ മൂന്നാം ഊഴവും ശ്യാമളയുടെ ഒന്നാം ഊഴവും ജില്ലയിൽ അണുബോംബ് പോലെ പൊട്ടിച്ചിതറുമെന്ന് ഉറപ്പായി. ഇതോടെ കണ്ണൂർ CPM-ൽ പൊട്ടിത്തെറി തുടങ്ങി. തളിപ്പറമ്പിൽ പി കെ ശ്യാമളയ്ക്കെതിരെ വിമതനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ മത്സരിക്കും. ശ്യാമളയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയതിലെ എതിർപ്പാണ് നീക്കത്തിന് പിന്നിൽ. നിലവിൽ ഹാൻഡ് വീവ് ചെയർമാനാണ് ഗോവിന്ദൻ. പാർട്ടിയുടെ കോട്ടകളിൽ ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്ന CPM-ന് തലവേദനയാണ്. നേരത്തെ പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ CPM തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയിൽ ശക്തമായ വിമർശനം ഉയർന്നിരുന്നു. പാർട്ടി സെക്രട്ടറി ആയതിനാൽ എം വി ഗോവിന്ദൻ മത്സരിക്കാത്ത സാഹചര്യത്തിൽ ഭാര്യയെ പകരം സ്ഥാനാർത്ഥിയാക്കി എന്ന ആക്ഷേപമാണ് പാർട്ടി അണികളിൽ നിന്ന് ഉയർന്നത്. ഗോവിന്ദൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നില്ലെന്നാണ് വിവരം. ശ്യാമളയ്ക്ക് കമ്മ്യൂണിസ്റ്റ് ശൈലി ഇല്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. അനുഭാവികളുടെയും അണികളുടെയും പിന്തുണ ശ്യാമളയ്ക്കില്ലെന്നും മയ്യിൽ മേഖലയിൽ നിന്നുള്ള അംഗങ്ങൾ വിമർശിച്ചു. പി ജയരാജനാണ് മണ്ഡലം കമ്മിറ്റിയുടെ ചുമതല. കമ്മ്യൂണിസ്റ്റ് ശൈലി ഇല്ലാത്ത ശ്യാമള നിർണായക തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തുന്നതിൽ വിമർശനം ഉന്നയിച്ചവർ ആശങ്കയും ഉന്നയിച്ചിട്ടുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് ശ്യാമളയുടെ പേര് അംഗീകരിച്ച ഘട്ടത്തിൽ മയ്യിൽ മേഖലയിൽ നിന്നുള്ള അണികളടക്കമുള്ളവരാണ് സോഷ്യൽ മീഡിയയിലടക്കം പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചിട്ടും പ്രാദേശിക തലത്തിലെ പ്രതിഷേധം തുടരുന്നു എന്നതിന്റെ സൂചനയാണ് മണ്ഡലം കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. താഴെത്തട്ടിലുള്ള വികാരം തണുപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി സംസ്ഥാന സമിതി അംഗം പി ജയരാജന് തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിട്ടുണ്ട്. എന്നാൽ എം വി ഗോവിന്ദന്റെയും പിണറായിയുടെയും ജീവിതം അവസാനിപ്പിക്കാനാണ് പി ജയരാജന്റെ തീരുമാനം. മേയിൽ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ പിണറായിയും അദ്ദേഹത്തിന്റെ കുഴലൂത്തുകാരും കണ്ണൂർ വിടണമെന്നാണ് പി ജയരാജന്റെ ആഗ്രഹം. തളിപ്പറമ്പിലെ പാർട്ടി കോട്ടയായ മല്ലപ്പടം സ്വദേശിയായ TK ഗോവിന്ദൻ പരിയാരം മെഡിക്കൽ കോളേജ് മുൻ ചെയർമാനും നിലവിൽ കൈത്തറി വികസന കോർപ്പറേഷൻ ചെയർമാനുമാണ്. ശ്രീകണ്ഠാപുരം മയിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. LDF-ലെ ഈ പടലപ്പിണക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വം അതീവ ഗൗരവത്തോടു കൂടിയാണ് നിരീക്ഷിക്കുന്നത്. തളിപ്പറമ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിൽ ധൃതി കാണിക്കേണ്ടതില്ലെന്നും LDF-ലെ അസ്വസ്ഥതകൾ വിലയിരുത്തിയ ശേഷം അന്തിമ തീരുമാനം മതിയെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. ഇന്നലെ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ പി കെ ശ്യാമളയുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്റർ ഫേസ്ബുക്കിൽ പ്രത്യേകം പങ്കുവച്ച സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ രംഗത്ത് വന്നിരുന്നു. തളിപ്പറമ്പിൽ പ്രിയ സഖാവ് ശ്യാമള ടീച്ചർ എന്ന കുറിപ്പോടുകൂടിയായിരുന്നു പോസ്റ്റ് ഷെയർ ചെയ്തത്. ഇതിനു താഴെ പാർട്ടി അണികളടക്കമുള്ളവർ സ്ഥാനാർത്ഥിക്കെതിരെ രൂക്ഷമായ കമന്റുകൾ എഴുതി. തന്റെ പോസ്റ്റിന് താഴെ ശ്യാമളയ്ക്കെതിരായ പോസ്റ്റുകൾ വന്നത് പി ജയരാജന്റെ അറിവോടെയാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം സമൂഹ മാധ്യമത്തിൽ അതിശക്തമായ അടിത്തറയാണ് പി ജയരാജനുള്ളത്. പാർട്ടിക്കകത്തും പുറത്തും സമൂഹ മാധ്യമങ്ങളിലും ഉയർന്ന എതിർപ്പുകൾ വകവെക്കാതെയാണ് ശ്യാമളയെ തളിപ്പറമ്പിൽ CPM സ്ഥാനാർത്ഥിയാക്കിയത്. ഈ രോക്ഷം പ്രകടിപ്പിക്കാൻ പരോക്ഷമായ നീക്കമാണ് ഫേസ്ബുക്കിലൂടെ പി ജയരാജൻ നടത്തിയതെന്നും വിമർശനം ഉയരുന്നുണ്ട്. കണ്ണൂരിലെ 8 CPM സ്ഥാനാർത്ഥികളുടെയും ചിത്രങ്ങൾ അടങ്ങിയ ഒരു പോസ്റ്റർ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് പി കെ ശ്യാമളയുടെ മാത്രം പോസ്റ്റർ പ്രത്യേകം പോസ്റ്റ് ചെയ്തത്. ഇത് പി ജയരാജന്റെ കുൽസിത ബുദ്ധിയാണ് എന്ന് എം വി ഗോവിന്ദൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പിണറായിയെയും ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ പിണറായിയുടെ കാര്യം പോലും പ്രതിസന്ധിയിലാകുമ്പോൾ അദ്ദേഹം എന്തു ചെയ്യാനാണ്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോ ശൈലജ ടീച്ചറുടെയോ സ്വന്തം മണ്ഡലമായ തലശ്ശേരിയിലെ സ്ഥാനാർത്ഥി കാരായി രാജുവിന്റെയോ പോസ്റ്റർ പോലും ജയരാജൻ ഇങ്ങനെ പങ്കുവച്ചിട്ടില്ല. 3100-ലേറെ കമന്റുകളിൽ ഭൂരിഭാഗവും ശ്യാമളയ്ക്കെതിരെയാണ്. തളിപ്പറമ്പ് കയ്യിൽ നിന്നും പോയി കിട്ടി, നാണമില്ലേ ഈ റിസർവേഷൻ സിസ്റ്റം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നാണം കെടുത്താൻ പി കെ ശ്യാമള മോശക്കാരിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഈ സ്ഥാനാർത്ഥിത്വം പാർട്ടിയുടെ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് അല്ല. സാക്ഷാൽ PJM സുരേന്ദ്രൻ, സുകന്യ എന്നിവർക്ക് എന്തുകൊണ്ട് ചാൻസ് കിട്ടിയില്ല? സാജനയോർത്തുകൊണ്ടായിരിക്കും ഓരോ വോട്ടറും അവിടെ വോട്ട് ചെയ്യുക. പാർട്ടി ജയിക്കും, ഇവർ തോൽക്കും എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ആന്തൂരിൽ പ്രവാസി വ്യവസായി സാജൻ പാറയിൽ ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ അന്നത്തെ ആന്തൂർ നഗരസഭാ അധ്യക്ഷൻ പി കെ ശ്യാമളയ്ക്ക് വീഴ്ച പറ്റിയെന്ന പി ജയരാജൻ പരസ്യമായി പ്രതികരിച്ചിരുന്നു. ആന്തൂരിൽ പാർട്ടിയുടെ വിശദീകരണ പൊതുയോഗത്തിൽ പി കെ ശ്യാമളയെ വേദിയിലിരുത്തിയാണ് അദ്ദേഹം തള്ളിപ്പറഞ്ഞത്. ഈ
കാര്യങ്ങൾ തന്നെ പിന്നീട് ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലും ആവർത്തിച്ചിരുന്നു. ഒരു നിക്ഷേപകനെ ദ്രോഹിക്കുന്ന നടപടി സെക്രട്ടറി, എഞ്ചിനീയർ, ഓവർസിയർമാർ എന്നിവർ സ്വീകരിച്ചതിനാലാണ് സർക്കാർ അവർക്കെതിരെ നടപടിയെടുത്തത്. കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ച് അനുമതി കൊടുക്കേണ്ടതും മറ്റു ഉദ്യോഗസ്ഥരാണ്. എന്നാൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ശ്യാമളയാണ് അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ. അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നായിരുന്നു ജയരാജന്റെ വിമർശനം. നേരത്തെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ എതിർസ്വരങ്ങൾ ഉയർന്നപ്പോൾ തീരുമാനം പുനർപരിശോധിക്കാമെന്നും MV ജയരാജനെ ഇവിടേക്ക് പരിഗണിക്കുന്നുവെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം തള്ളിയാണ് ഇന്നലെ MV ഗോവിന്ദൻ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത്. ഇതോടൊപ്പം ഉറച്ച സീറ്റായ മട്ടന്നൂരിൽ നിന്ന് KK ശൈലജയെ വെട്ടി പേരാവൂരിലേക്ക് മാറ്റുകയും ചെയ്തു. കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ശൈലജയ്ക്ക് പകരം മട്ടന്നൂരിലേക്ക് എത്തുന്നത് താരതമ്യേന ജൂനിയറായ VK സരോജാണ്. നേരത്തെ CPM കോട്ടയായ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. നിലവിലെ സ്ഥാനാർത്ഥി TK മധുസൂദനനെ അംഗീകരിക്കാനാവില്ല എന്ന കർശന നിലപാടിലാണ് അദ്ദേഹം. പാർട്ടിക്കുള്ളിൽ താൻ നേരത്തെ ഉയർത്തിയ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ തുടർച്ചയായാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. TK മധുസൂദനനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തെ ഒരു ഇടതുപക്ഷക്കാരനായി കാണാൻ കഴിയില്ല എന്ന് തുറന്നടിച്ചു. ഒരു ബൂർഷ്വാ രാഷ്ട്രീയത്തിന്റെ ശൈലിയാണ് മധുസൂദന്റേതെന്നും രക്തസാക്ഷി ഫണ്ടിൽ പോലും വെട്ടിപ്പ് നടത്തിയ ഒരാളാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിസന്ധിയായി അംഗീകരിക്കാൻ മനസാക്ഷി അനുവദിക്കുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം പാർട്ടിക്കകത്ത് നിന്ന് ഇനി പുറത്തേക്ക് വ്യാപിക്കാനാണ് തന്റെ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ സ്ഥാനാർത്ഥിത്വം ഇടതുപക്ഷത്തിൽ നിന്ന് എതിരെയല്ല എന്ന് കുഞ്ഞികൃഷ്ണൻ ആവർത്തിച്ച് വ്യക്തമാക്കി. CPM-നെ മാഫിയ സംഘങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് തനിക്കുള്ളത്. പാർട്ടിയും ഇടതുപക്ഷവും പരാജയപ്പെടരുത് എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് താൻ ഈ പോരാട്ടത്തിന് മുതിരുന്നത്. പാർട്ടി അനുഭാവികളുടെയും ബന്ധുക്കളുടെയും ഭാഗത്തു നിന്നുള്ള കടുത്ത സമ്മർദ്ദമാണ് സ്വതന്ത്രനായി നിൽക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. TK ഗോവിന്ദനും G സുധാകരനും ഒക്കെ പങ്കുവെക്കുന്നത് സമാന ആശയം തന്നെയാണ്. ആ തളിപ്പറമ്പ് മണ്ഡലത്തിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പാർട്ടി സെക്രട്ടറിയും ശ്യാമളയുടെ ഭർത്താവുമായ MV ഗോവിന്ദനെ രൂക്ഷമായി വിമർശിച്ച് TK ഗോവിന്ദൻ രംഗത്ത് വന്നു. 3 തവണ MLA ആയിരുന്നിട്ട് 4ാമത്തെ തവണ ആ കസേരയിലേക്ക് ഭാര്യയെ പിടിച്ചിരുത്തുന്ന നയത്തോട് തനിക്ക് യോജിക്കാനാവില്ലെന്ന യോഗത്തിൽ പങ്കെടുക്കവെ MV ഗോവിന്ദനോട് തന്നെ താൻ നേരിട്ട് പറഞ്ഞിരുന്നു എന്ന കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. 2 ടേം ആയാൽ പിന്നെ മത്സരിക്കാൻ പാടില്ലെന്നാണ് പാർട്ടി നയം. 3 ടേം MLA ആയിട്ട് 4ാം ടേം എന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. അതിന്റെ അർത്ഥം എന്താണ്? 4ാമതും താൻ ആയിരിക്കണം. പക്ഷേ ഇപ്പോൾ സെക്രട്ടറി ആയതിനാൽ അത് നടക്കില്ല എന്നതുകൊണ്ട് ഭാര്യയെ അവിടെ MLA ആക്കാൻ ശ്രമം നടക്കുന്നു. താൻ അതിനെ എതിർത്തു. MV ഗോവിന്ദനെ ഉന്നമിട്ട് TK ഗോവിന്ദൻ പറഞ്ഞു.